നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി കേരളത്തിന്റെ പ്രിയങ്കരനായ ബോളിവുഡ് സംവിധായകൻ സോഹൻ റോയിക്ക് കേരള ദർശനവേദിയുടെ സ്വീകരണം പൊന്നാട അണിയിച്ച് AP മത്തായി പൊന്നാട അണിയിക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷനായി ഏറെ ബഹുമാന്യനായ മുൻ കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് ശ്രീ ES ജോസ് അവറുകളെ ക്ഷണിക്കുന്നു. അതുപോലെ ഈ സെമിനാറിന് സ്വാഗതം ആശംസിക്കുവാൻ ബഹുമാന്യനായ കേരള ദർശനവേദിയുടെ ചെയർമാൻ ശ്രീ AP മത്തായിയെ ക്ഷണിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സോഹൻ റോയിയെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒട്ടേറെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള നമ്മളെല്ലാം സംബന്ധിച്ച് ഒരുപക്ഷെ ഇതൊരു ചെറിയ പരിപാടിയായി തോന്നിയേക്കാം. കേരളത്തിലെ 45 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ഭയാശങ്കയിലാക്കി ജലബോംബ് എന്ന് പറയുന്ന മുല്ലപ്പെരിയാർ ഡാം അതിന്റെ 50 വർഷ കാലാവധി കഴിഞ്ഞ് വീണ്ടും ഒട്ടേറെ വർഷങ്ങൾ കഴിഞ്ഞു നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഇത്രമാത്രം വലിപ്പത്തിൽ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു ചർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചത് സോഹൻ റോയി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞാൽ അത്ഭുതമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മുല്ലപ്പെരിയാറിൽ ഒരു ഡാം പൊട്ടിയാൽ സംഭവിക്കുന്ന അപകടം എന്താണ് എന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമ, ആ സിനിമ ഡാം 999 ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ വെല്ലുവിളി നേരിടേണ്ടതായി വരുമെന്നുള്ളതുകൊണ്ട് ഇതിന്റെ ചോദ്യോത്തര ശരിയിലേക്ക് സോഹൻ റോയിയെ ക്ഷണിക്കുന്നില്ല. നിലപാടുകൾ മാറ്റാതെ തന്റെ ജീവിതത്തിൽ പടുത്തുയർത്തിയ സമ്പാദ്യം കൊണ്ടൊരു പടം പിടിക്കുകയും ഇന്നലെ മിനിഞ്ഞാന്ന് അദ്ദേഹം തമിഴ്നാട് സർക്കാരിന്റെ വിശദീകരണത്തിനുമായി അവിടെ പോയി ഇരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ സോഹൻ റോയി എന്ന് പറയുന്ന ആളുടെ കാര്യങ്ങൾ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നതിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്നലെ മിനിഞ്ഞാന്ന് തമിഴ്നാട് സർക്കാരിന് വിശദീകരണം നൽകുവാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് പോലും ചെയ്യാൻ കഴിയില്ലാത്തൊരു കാര്യമാണ്. അവിടുത്തെ കനത്ത പോലീസിന്റെ അകമ്പടിയോടുകൂടി അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരോട് കണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ച് പല രീതിയിലുള്ള ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും എല്ലാം ഉണ്ടായി. ഇന്ന് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഈ കേരളത്തിന്റെ 1 കിലോമീറ്റർ അതിർത്തിയിലേക്ക് കയറി നിന്ന് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പോലും ജനങ്ങൾ മടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇത് ചെയ്തത്. അദ്ദേഹം അതിനെപ്പറ്റി പറയുകയുണ്ടായി. ചൈനയിൽ ഒരു ഡാം പൊട്ടി 2.5 ലക്ഷം ജനങ്ങൾ പൊട്ടിമരിച്ചതിന്റെ ഒരു പഠനാർത്ഥമായിട്ടുള്ള പരിപാടിയാണ് സംഘടിപ്പിച്ചതെന്നെല്ലാം അദ്ദേഹം പറയുകയുണ്ടായി. ഞാനത് പറയുവാനുള്ള കാരണം എനിക്ക് ശ്രീമാൻ സോഹൻ റോയിയുമായിട്ട് ഇതിനു മുമ്പ് ഒരു ബന്ധമില്ല. ഞാൻ ടെലിഫോണിൽ പോലും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടില്ല. ഇങ്ങനൊരു വലിയ വിഷയം നടക്കുമ്പോൾ മലയാളിയുടെ മാനം ലോകം എമ്പാടും കൊണ്ടെത്തിച്ച ഈ ചെറുപ്പക്കാരന് ഒരു സ്വീകരണം കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചുണ്ടായ സോഹൻ റോയി ഈ സംഭവം ലോകത്തേക്ക് എത്തിച്ച സോഹൻ റോയിക്ക് ഒരു സ്വീകരണം കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഏതായാലും ഇന്ന് അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം കൊച്ചിയിൽ തന്നെ നൽകി, വീണ്ടും ഒരു ചെറിയ സ്വീകരണം ഇവിടെ നമ്മൾ നൽകുകയാണ്. ആദ്യമായിട്ട് ഇതുപോലെ ഒരു വേദിയിൽ വിളിച്ച് സ്നേഹപൂർവ്വം എന്നെ ആദരിക്കാൻ കാണിച്ച നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. ഒരു സിനിമയിലൂടെ 2 ജനതയുടെ തമ്മിലടിപ്പിക്കുവാനോ സ്പർദ്ധ വർദ്ധിപ്പിക്കുവാനോ അവിടുത്തെ സമാധാനം കളയുവാനോ വേണ്ടിയായിരുന്നില്ല എന്റെ ഈ എളിയ ശ്രമം. ഒരുപക്ഷെ ഈ സിനിമ നിർമ്മിച്ച പണം കൊണ്ട് 100 മലയാള സിനിമകൾക്ക്, വലിയ സ്റ്റാർസിനെ വെച്ചിട്ടുള്ള സിനിമകൾക്ക് സ്റ്റാർസിന് അഡ്വാൻസ് കൊടുത്ത് ബാക്കി തിയേറ്റേഴ്സിൽ നിന്നുള്ള അഡ്വാൻസ് എല്ലാം വാങ്ങി ചിത്രം ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് എന്റെ ആദ്യ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന ചിത്രത്തിന് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവണം, അത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാകണം. അതിന് ഒരുപാട് പ്രതിസന്ധികൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് ഇന്ന് എന്റെ കൈകളിലല്ല, ഇന്ന് കൈവിട്ട് പോയിരിക്കുന്ന കാര്യം അത് വേറൊരു തലത്തിലേക്ക് എത്തിയിരുന്നു. മുല്ലപ്പെരിയാറിലൂടെ ഒരുപാട് ജലമൊഴുകി. അതിലേറെ ആ ജലം കൊണ്ടുണ്ടാക്കിയ പണവും ഒഴുകി. ആ പണത്തിന്റെ പങ്ക് പറ്റിയവരും അത് കൊടുത്തവരും ഇന്ന് ഈ ചിത്രത്തെ ഭയപ്പെടുന്നുണ്ടാവാം. അവർ മാത്രമാണ്
ഈ ഇഷ്യൂ ഇതുവരെ വലിച്ചു നീട്ടിയതും ഇതിനൊരു ഉത്തരം കാണാത്ത സമസ്യയായി ഇതിനെ മാറ്റിയെടുത്തതും. ഒരുപക്ഷെ തമിഴ്നാട്ടിലും ഡൽഹിയിലും മറ്റുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പോയതുകൊണ്ടും പല ആൾക്കാരെ മീറ്റ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് അറിയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ക്ലിയറായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര തുറന്നു പറയുന്നത്. ഡാം 999 ഏറെ ആക്ച്വലി ഞാൻ വിചാരിക്കുന്നത് ഡാം 999 ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ വരുന്ന വ്യാഴാഴ്ച ഞങ്ങൾ ഇന്ന് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഡാം 999 അന്ത്യ കൂദാശ ഈ വ്യാഴാഴ്ച നടക്കുകയാണ്. വെള്ളിയാഴ്ച മുതൽ ഈ ചിത്രം ഇന്ത്യയിലെ ഒരു തിയേറ്ററിലും കാണില്ല. ഒരു പക്ഷേ പേരിന് എറണാകുളത്ത് ഒരു തിയേറ്ററിലുണ്ടാവും. മറ്റേ ഒന്നും കൊണ്ടല്ല, തമിഴ്നാട്ടിൽ അവർക്ക് ഈ ചിത്രം നിരോധിക്കുവാൻ ഒരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ടാവാം. അതിലവർ ഒറ്റക്കെട്ടാണ്. പക്ഷേ കേരളത്തിലെ ഇത്രയധികം ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒന്നായി മാറിയ ഈ ചിത്രം ഇവിടെ ഇന്ന് ഈ സിനിമാ മേഖലയിലെ സംഘടനകളിലൊന്ന് നിരോധിച്ചിരിക്കുകയാണ്. ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ നിരോധനം വന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നല്ല തിയേറ്ററുകളിലൊന്നും ഈ ചിത്രം കാണിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. ഏതാണ്ട് 75ഓളം ആദ്യത്തെ ആഴ്ച 55 തിയേറ്ററുകളിലും ഈ അസോസിയേഷനില്ലാത്ത തിയേറ്ററുകൾ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി കണ്ടെത്തേണ്ടി വന്നു. എന്നിട്ട് പോലും എറണാകുളം പോലുള്ള ഒരു സ്ഥലത്ത്, ഇത് ഞങ്ങളെ തട്ടകമായതുകൊണ്ടായിരിക്കാം, ഇവിടെ മാത്രം ഞങ്ങൾക്ക് കുറച്ച് അഡ്വർടൈസ്മെന്റ്സ് കൊടുത്ത് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റി. 5 തിയേറ്ററിൽ ഒരേ സമയം ഹൗസ്ഫുള്ളായിട്ട് ഈ ചിത്രം ഓടിച്ചത് തന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്നും ആയിരക്കണക്കിന് പോസ്റ്ററുകൾ ഈ ചിത്രത്തിന്റെ ഞങ്ങളുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് ഒട്ടിക്കാൻ പോലും ഇവിടുത്തെ അസോസിയേഷൻസ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻസ് സമ്മതിച്ചിട്ടില്ല, ഇതിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്കാരെ. എങ്കിലും ഈ സിനിമ ഈ വ്യാഴാഴ്ച പെട്ടിക്കുള്ളിലേക്ക് ആയി ചരമമടയുന്ന സമയത്ത് ഇതുണ്ടാക്കിയ തരംഗം അത് ഒരു തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ മുല്ലപ്പെരിയാർ മാത്രമല്ല 100 വർഷം പഴക്കമേറിയ 64 ഡാമുകളുണ്ട്. ബ്രിട്ടീഷുകാർ പണിത 365ഓളം ഡാമുകളുണ്ട്. കാലപ്പഴക്കം ചെന്ന ലോകത്തിൽ ഇന്ന് 4000 ഡാമുകളുണ്ട്. 2020 40,000 ഡാമുകളുണ്ടാകും. ഈ ഡാമുകൾ നിർമ്മിച്ചപ്പോഴൊന്നും ഇത് റീപ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്തോ ആരും തിങ്ക് ചെയ്തിരുന്നില്ല എന്ന് തോന്നുന്നു. അതുതന്നെയാണ് വെറും കറവപ്പശുവായി ഈ ഡാമുകളെല്ലാം മാറിയതും ഇതുപോലെ ഒരു ദുരന്തത്തിലേക്ക്, അനിവാര്യമായ ഒരു ദുരന്തത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ഡാം 999 നിങ്ങൾ വളരെ കണ്ടിട്ടുണ്ടാവില്ല, ഇനി ചിലപ്പോൾ അവസരം കിട്ടിയെന്നും വരില്ല. പക്ഷേ ഇതിന്റെ DVDs എത്തും, അപ്പോൾ നിങ്ങൾ കാണുക. പക്ഷേ അതുപോലെ കാണേണ്ട ഒരു ചിത്രമല്ല ഡാം 999. ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ കാര്യം ഇതാണ്. ഇത് ഒരുപക്ഷേ ഇത് ഇന്ത്യക്ക് പുറത്ത് ഏതാണ്ട് 200ഓളം രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അവിടെയെല്ലാം നല്ല നല്ല തിയേറ്ററിൽ നിന്ന് ജനങ്ങൾക്ക് കാണാൻ സാധിച്ചെന്നിരിക്കും. ഇന്ത്യയിലെ 16ഓളം നാഷണൽ അവാർഡ് വിന്നേഴ്സ് ലൈനപ്പ് ചെയ്തിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും സൗണ്ട്, അതായത് ഹോളിവുഡ് സ്റ്റാൻഡേർഡിൽ ചെയ്ത, ഇന്ത്യയിൽ നിന്ന് ചെയ്ത ആദ്യത്തെ ചിത്രമാണ്. ഇതിന് ഒരു ഡാം ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യുക മാത്രമല്ല, ഇതിനെ പല ആംഗിൾ കാണാം. അതിലൊരു ആംഗിൾ മാത്രമാണ് ഈ ഡാം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിന്റെ ഒരു നാഴികക്കല്ലായി മാറേണ്ട ഒരു ചിത്രം കൂടിയായിരുന്നു. 1963 സത്യജിത് റേ എന്ന് നമ്മളെല്ലാം കണ്ടിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫിലിം മേക്കറിന്റെ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഇന്ത്യയിൽ വെച്ച് ഒരു ഹോളിവുഡ് ചിത്രം നിർമ്മിക്കുക. ഇംഗ്ലീഷ് ചിത്രം അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഹോളിവുഡ് ചിത്രം മീൻസ് അവിടുത്തെ മേജർ RS സ്റ്റുഡിയോസിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ചിത്രം. അതിനുവേണ്ടി കൊളംബിയ പിക്ചേഴ്സുമായി ചേർന്ന് അദ്ദേഹം ഏലിയൻ എന്ന് പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ ചിത്രം വിഭാവന ചെയ്തു. 12 വർഷത്തോളം അദ്ദേഹം ആ ചിത്രത്തിന്റെ നിർമ്മാണ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിച്ചു. പക്ഷേ ആ 12 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ആ സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്നു പല കാരണങ്ങളാൽ. അന്ന് അദ്ദേഹം ആ ചിത്രത്തിന് വേണ്ടി വരച്ച അതിന്റെ ഒരു സ്റ്റോറി ബോർഡുണ്ട്. ആ സ്റ്റോറി ബോർഡിൽ കാണുന്ന ഒരു എക്സ്ട്രാ ടെറസ്ട്രിയലിന്റെ രൂപം അത് തന്നെ കൊളംബിയ പിക്ചേഴ്സ് തന്നെ എടുത്ത് പിന്നീട് സ്പീൽബർഗിനെ വെച്ചിട്ട്, സ്പീൽബർഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രശസ്തിയുടെ തുടക്കം അവിടെയായിരുന്നു. E.T. എന്ന് പറയുന്ന
സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ E.T.യുടെ പടം വരച്ചത് സത്യജിത് റേയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഏറ്റവും ദുഃഖം, അദ്ദേഹത്തിന്റെ ലൈഫിലെ ഉണ്ടായ ഏറ്റവും വലിയ ദുഃഖമാണ് ആ ചിത്രം നടക്കാതെ പോയതും താൻ സൃഷ്ടിച്ച ആ ഒരു രൂപം മറ്റൊരാളിലൂടെ ലോകത്ത് മുഴുവൻ കീഴടക്കിയത്. അങ്ങനെ 40 വർഷത്തോളം നടക്കാതെ പോയ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം മേക്കറിന്റെ സ്വപ്നമാണ് ഈ 16 പേരുടെ സഹായത്തോടെ സാക്ഷാത്കരിക്കാൻ ഞാനും എന്റെ സഹപ്രവർത്തകരായ 95 പേരുണ്ട് ഞങ്ങളുടെ ടീം. ഞങ്ങൾ എല്ലാവരും കൂടി കഴിഞ്ഞ 4 വർഷമായി പ്രയത്നിച്ചത്. ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും, ഇതിന് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഈ പ്രോജക്റ്റ് ചെയ്യണം. കാര്യം ആരും പോകാത്ത വഴിയിലൂടെയാണ് പോകുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഇന്ത്യയിൽ മറ്റാരും ഈ രീതിയിൽ പ്രോജക്റ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ കലാമൂല്യത്തെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു ഹോളിവുഡ് ചിത്രം ചെയ്യേണ്ട ഒരു പ്രോസസ് ഉണ്ട്. അത് തുടക്കം മുതൽ അതിന്റെ രജിസ്ട്രേഷൻ മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് അവസാനം അത് പൂർണ്ണരൂപത്തിലെത്തുമ്പോൾ വാർണർ ബ്രദേഴ്സ് പോലെ ഉള്ള ഒരു വിതരണ കമ്പനി ഏറ്റെടുക്കണമെങ്കിൽ ഒരുപാട് ഡോക്യുമെന്റേഷൻസിന്റെ ആവശ്യമുണ്ട്. സമയമെടുത്ത് എറേഴ്സ് ആൻഡ് ഒമിഷൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ അമേരിക്കയിൽ വളരെ നിർബന്ധമായിട്ടുള്ള അവിടത്തെ തിയേറ്റേഴ്സിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് വേണം. ഈ ഇൻഷുറൻസ് വേണമെങ്കിൽ ഓരോ സ്റ്റേജിലും ഓരോ പാർട്ടും ക്ലിയർ ചെയ്ത് പോകണം. ഒരു തിരക്കഥ വെറുതെ സെറ്റിലിരുന്ന് എഴുതി ചെയ്യാവുന്ന രീതിയല്ല. തിരക്കഥ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു സ്ക്രിപ്റ്റ് ക്ലിയറൻസ് ഏജൻസീസിനെ കൊണ്ട് അപ്രൂവൽ വാങ്ങണം. ആ ക്ലിയറൻസ് ഏജൻസി തരുന്ന ഈ ചിത്രത്തിന് ഞങ്ങൾക്ക് കിട്ടിയത് 33 പേജിന്റെ ഒരു ഡോക്യുമെന്റേഷനാണ്, ഒരു ലിസ്റ്റാണ്. അതിൽ പറയുന്ന ഓരോ ഷോട്ടും എടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന ബ്രാൻഡ് നെയിം ഉപയോഗിക്കരുത്, അത് ഉപയോഗിക്കണമെങ്കിൽ ഇന്ന ക്ലിയറൻസ് വേണം. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഉണ്ടെങ്കിൽ ആ മ്യൂസിക്കിലെ ഒറിജിനൽ സ്കോർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഓരോ ട്രാക്കും 100 ട്രാക്കുകൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന സെക്കൻഡ് തൊട്ട് ഇന്ന സെക്കൻഡ് വരെ ഇന്ന ഇൻസ്ട്രുമെന്റ് ഇന്ന സ്റ്റുഡിയോയിൽ ഇന്നയാൾ ചെയ്തു, അയാളുടെ നോ ഒബ്ജക്ഷൻ ലെറ്റർ, അങ്ങനെ എത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ക്ലിയറൻസ് എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്. ഇന്ത്യയിൽ ഇത് ആർക്കും അറിയില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേക ഓരോരുത്തരെ ട്രെയിൻ ചെയ്തെടുത്തിട്ടാണ് ഇത് ചെയ്തത്. ഇന്ന് ഇന്ത്യക്ക് അഭിമാനപൂർവ്വം പറയാം, 100% മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റാമ്പോടുകൂടി നമുക്ക് ഒരു ഹോളിവുഡ് ചിത്രം ചെയ്യാൻ സാധിച്ചു. ഈ ഒരു റൂട്ടിൽ ഇനി 100 ചിത്രങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ഒരു കൂട്ടം ആൾക്കാരെ ഞങ്ങൾ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ തലങ്ങളെല്ലാം മാറിയിട്ട് ഇന്ന് അതൊന്നും അല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിനകത്ത് ഒരു ഡാം എന്ന് പറയുന്ന കാര്യം മാത്രമാണ്. അതുകൊണ്ട് ഒരു ആസ് എ ഫിലിം മേക്കർ, ഏത് ഫിലിം മേക്കറിന്റെയും സ്വപ്നമാണ് തന്റെ ചിത്രം ശ്രദ്ധിക്കപ്പെടണം. അത് വിവാദമാക്കാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ ഒരു രീതിയിൽ ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു നിമിഷം പോലും ഇത് വഴിവിട്ട് വേറൊരു വഴിക്ക് പോകുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം കൂടിയുണ്ട്. ഞാൻ മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ കുറിച്ച് ആക്ച്വലി ശരിക്കും പറഞ്ഞത് ഇതിനു മുമ്പ് ചെയ്ത ഒരു ഡോക്യുമെന്ററി ആയിരുന്നു, വാട്ടർ ബോംബ്സ് എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ ബോംബുകൾ ഇൻവെന്റ് ചെയ്യപ്പെടുന്നതാണ്. വാട്ടർ ബോംബ് ഞങ്ങൾ ഡിസ്കവർ ചെയ്യായിരുന്നു. ഇന്ന് ലോകത്തിൽ പല സ്ഥലങ്ങളിലായുള്ള ആ വാട്ടർ ബോംബ്സിനെ ഞങ്ങൾ കണ്ടെത്തിയതാണ്. ആ വാക്കുപോലും കണ്ടെത്തിയതാണ്. അത് ഒരു സിനിമയിലൂടെ, ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ പോലൊരു ഇഷ്യൂ ഒന്നും നമുക്ക് അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നം. പക്ഷേ ലോകത്തിലെ 4000-ഓളം വരുന്ന ഡാമുകൾ, അതുണ്ടാകുന്ന ഭീഷണി, അത് പറയണമെങ്കിൽ അതിന് നമുക്ക് നല്ലൊരു കഥ വേണമായിരുന്നു. ആ കഥയിൽ മനസ്സിൽ കൊണ്ടു നടക്കണമെങ്കിൽ ഒരു പ്രണയം വേണമായിരുന്നു. അങ്ങനെ ഒരു പ്രണയ കഥയിലൂടെ അതിന്റെ ക്ലൈമാക്സിൽ ഒരു ഡാം ദുരന്തം, ആ പ്രണയം അകറ്റുന്ന, പ്രണയത്തെ വേർപെടുത്തുന്ന ഒരു ഡാം ദുരന്തം, അതിലൂടെ പറയാനുള്ളത് പറയുക. അതേസമയം മലയാളികൾക്ക് മനസ്സിലാകാൻ വേണ്ടി മുല്ലപ്പെരിയാർ ഡാം ദുരന്തത്തിനെ ഒരു ഡോക്യുമെന്ററിയിലൂടെ, ഡാംസ് ലീത്തൽ വാട്ടർ ബോംബ്സ് എന്ന ഡോക്യുമെന്ററി ഞങ്ങൾ ചെയ്തു. ആ ഡോക്യുമെന്ററി ഇന്ന് 21 ഇന്റർനാഷണൽ അവാർഡ്സ് വരെ നേടി. പക്ഷേ ഡാം 999 വരുന്നവരെയും ആ ഡോക്യുമെന്ററി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഇന്ത്യയിൽ. ഇന്ന് ഏറ്റവും കൂടുതൽ പേർ കാണുന്ന യൂട്യൂബിലെ ഒരു ഡോക്യുമെന്ററി കൂടിയാണത്. പക്ഷേ ഇതിന്റെ ക്ലൈമാക്സിൽ ഇതൊരു പ്രണയകഥയാണെങ്കിൽ കൂടിയും, പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടം വന്നത് ഇതിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ വിവാദം മൂലം ഈ ചിത്രം കാണാൻ കയറിയത് ഒരിക്കലും ഒരു പ്രണയകഥ കാണുവാൻ വേണ്ടി വന്ന, ഈ ഓരോ ചിത്രത്തിനും ഒരു സ്പെസിഫിക് ഓഡിയൻസ് ഉണ്ട്. ഒരു സീരിയസ് ചിത്രം കാണുവാനുള്ള ഓഡിയൻസ് അല്ല ആദ്യത്തെ ദിവസങ്ങളിൽ തിരക്കിട്ട് കയറിയത്. അവരെല്ലാം 2012 പോലെ ഒരു ഡിസാസ്റ്റർ കാണുവാനുള്ള മൈൻഡ് സെറ്റുമായി വന്നവരാണ്. അവരെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിത്രം കാണാൻ വരുന്നവർക്ക് ഈ ചിത്രം നിരാശ തന്നെയാണ്. പക്ഷേ പിന്നീട് അത് സീരിയസ് ആയി കാണാൻ കയറിയവരിലൂടെ ചിത്രം നന്നായി പോകുന്ന അവസരത്തിൽ ഞങ്ങൾക്ക്
ഇതിന്റെ ചരമ കുറിപ്പെഴുതേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഈ ചിത്രത്തിലൂടെ ഞങ്ങൾ നൽകുന്ന കുറച്ച് മെസ്സേജസ് ഒരു ഡാം ദുരന്തം അതുപോലെ പച്ചയ്ക്ക് കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ പ്രതിവിധിയും അതിനെ നേരിടുന്നത് എങ്ങനെയെന്നും എല്ലാം ഈ ചിത്രത്തിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഡാം ദുരന്തത്തിന്റെ ഒരു പ്രോസസ് ഉണ്ട്. ആ സീക്വൻസിനകത്തുള്ള എല്ലാം പരത്തി പറയാതെ എല്ലാം ഓരോ ഷോട്ടിലൂടെ, ഒരു ടൊറൻഷ്യൽ റെയിനിലൂടെ, നമുക്കറിയാം ഇതിന്റെ തുടക്കം, സിനിമയുടെ തുടക്കം നമ്മൾ ബാങ്ക്യാവോ ഡാമിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത് എന്ന് കരുതി ഇത് ബാങ്ക്യാവോ ഡാം ദുരന്തത്തിന്റെ കഥ അതുപോലെയൊന്നുമല്ല പറയുന്നത്. ബാങ്ക്യാവോ ഡാം ദുരന്തത്തെക്കുറിച്ച് 4 വർഷത്തിന് മുമ്പ് എനിക്കും അറിയില്ലായിരുന്നു. 99% ലോകത്തുള്ള ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ചൈനയിൽ നടന്ന ദുരന്തം 15 വർഷം ചൈന പോലും പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ലോകം കണ്ട ഏറ്റവും വലിയ മാൻമെയ്ഡ് ദുരന്തം ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ന്യൂക്ലിയർ അല്ലെങ്കിൽ ആറ്റം ബോംബ്സ് വർഷിച്ചപ്പോൾ ഉണ്ടായ ദുരന്തമല്ല. ഒരു ദിവസം 2.5 ലക്ഷം പേരെ കൊല്ലാൻ സാധിച്ച ഒരു വാട്ടർ ബോംബ്, ബാങ്ക്യാവോ എന്ന വാട്ടർ ബോംബ്. ഒരു ഡാം തകരുന്നു, അതിനോടൊപ്പം 62 ഡാമുകളാണ് തകരുന്നത്. ഇന്ന് ഇവിടെ കേരളത്തിലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. കാര്യം ബാങ്ക്യാവോ ഡാമിന്റെ അതേ കപ്പാസിറ്റിയിലുള്ള ഒരു ഡാം, മുല്ലപ്പെരിയാർ ഡാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോക്യുമെന്ററിയിൽ ഞങ്ങളത് ബാങ്ക്യാവുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഈ ഡോക്യുമെന്ററി ചിത്രീകരിച്ചത്. അത് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി ഹിരോഷിമയിലിട്ട ആറ്റം ബോംബിന്റെ 180 മടങ്ങ് ശക്തിയുള്ള ഒരു വാട്ടർ ബോംബിന്റെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാ ഡാമുകളും വാട്ടർ ബോംബാണെങ്കിലും മുല്ലപ്പെരിയാറിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതൊരു എർത്ത് പ്രോൺ ഏരിയ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയും വർഷങ്ങൾ ഇത് നിന്നേക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, 100% ആത്മാർത്ഥതയോടെ പെനികുക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ സ്വന്തം പോക്കറ്റിലെ പണം കൊണ്ട് ചെയ്തുകൊണ്ടാവാം അതിനകത്ത് 100% ആത്മാർത്ഥത വന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണം നിഷേധിക്കുന്ന സമയത്ത്, അത് ഇടയ്ക്ക് വെച്ച് മുറിയുന്ന സമയത്ത് സ്വന്തം പണം പോലും ഉപയോഗിച്ച് നിർമ്മിച്ചതുകൊണ്ടാവാം ആ ഡാം ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു ദുരന്തം ഇതിനകം സംഭവിക്കാതെ പോയത്. പക്ഷേ അത് നിർമ്മിക്കുന്ന സമയത്ത് ടെക്നോളജിയുടെ വികാസം അത്ര സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം, ആ സമയത്ത് അവിടെ എർത്ത് ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം എർത്ത് വിസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ പെനികുക്കിന് ഒരുപക്ഷെ അത് ഡിസൈൻ ചെയ്യാൻ പറ്റാതെ പോയത്. അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, അന്ന് ടെക്നോളജി അത്രയുള്ളായിരുന്നു. പക്ഷേ ഇന്ന് ടെക്നോളജി ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് എർത്ത് വിസ്റ്റാൻഡ് ചെയ്യുവാനുള്ള ഒരു ഡാം നിർമ്മിക്കുവാൻ സാധിക്കും. അതിനുള്ള ഒരു മനസ്സ് മാത്രം കാണിച്ചാൽ മതി. ഇവിടെ ഇതിനെ എന്തിനാണ് എതിർക്കുന്നത്? തമിഴ്നാടിന് ജലം വേണം എന്നുള്ളത് ഒരാവശ്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മളുടെ ഇവിടെ പുഴകളിലൂടെ ഒഴുകി കടലിൽ പോയി ചേരുന്ന, വേസ്റ്റ് ചെയ്യുന്ന, ഒരുപക്ഷെ ലോകത്തിൽ ഇത്രയധികം വെള്ളം വേസ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം ഉണ്ടാവില്ല കേരളം പോലെ. ഇന്നും പൈപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. അതേ സ്ഥലത്ത്, അതേ സംസ്ഥാനത്ത് ഈ 44 റിവറിലൂടെ കടലിലേക്ക് ഒഴുകി പോകുന്ന വെള്ളം എത്രയാണെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലും വെള്ളം കിട്ടാത്ത തമിഴ്നാട്ടിലെ എത്രയോ ജില്ലകളിൽ വെള്ളം എത്തിക്കുവാൻ ഈ മുല്ലപ്പെരിയാറിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വാട്ടർ ബോംബ് ആണെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും അത് ആ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കർമ്മമായിട്ടാണ് നാം കാണേണ്ടത്. അത് തുടർന്ന് കൊണ്ടുപോകേണ്ടത് ഒരു മാനുഷിക മൂല്യത്തിൽ നിന്നും ഉരുത്തിരിയേണ്ട ഒരു കടമയായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിന് ഒരു സൊല്യൂഷനുണ്ട്, വളരെ സിമ്പിൾ സൊല്യൂഷൻ. ഒരു പക്ഷേ ഒരു നേവൽ ആർക്കിടെക്ട് ആയതുകൊണ്ടാവാം എനിക്ക് അത് കൂടുതൽ മനസ്സിലാക്കുക. കാര്യം കടലിലെ കപ്പലുകളിൽ ഈ വലിയ വലിയ ടാങ്കറുകൾ, ഈ തിരമാലകളിൽ ഇട്ടമ്മാനമാടുന്ന ടാങ്കറുകൾ ഒരു ഇപ്പോഴുള്ള ടാങ്കർ പോലെ ആയിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒറ്റ ഹള്ളിലുള്ള ടാങ്കേഴ്സാണ്. അതിൽ ഒരു ഓട്ട വീണ് കഴിഞ്ഞാൽ ഈ എണ്ണ കടലിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഷർ ബാലൻസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയുണ്ട്. അത്ര പോലും കോംപ്ലിക്കേറ്റഡ് അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ ഈ ഇപ്പോഴുള്ള ഡാമിന്റെ മുന്നിൽ ഒരു ഡാം, ഇതിലും വലിയൊരു ഡാം അങ്ങ് പണിയുക. പഴയ ഡാമിന്റെയും പുതിയ ഡാമിന്റെയും ഇടയിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഈ പഴയ ഡാമിലുള്ള പ്രഷർ, ഇപ്പൊ ഈ ഡാം പൊട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ നിന്നുണ്ടാവുന്ന പ്രഷർ കൊണ്ടാണ്. ഈ രണ്ട് സൈഡിലും ഒരേ പ്രഷർ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഏത് എർത്ത് വന്നു കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ ഡാം അവിടെ ഉണ്ട്. അതൊരു ഗ്രാവിറ്റി ഡാമാണ്. അതിന്റെ സെൽബേറ്റിൽ അവിടെ നിൽക്കും, അതൊരിക്കലും തകരില്ല. ഇനി എത്ര വലിയ ഭൂമി കുലുക്കം വന്നാലും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു പുതിയ ഡാമിന്റെ ഫ്രണ്ടിൽ പണിയുക,
തമിഴ് ജനത ഒരുപക്ഷെ വൈകാരികമായിട്ടുള്ള മുല്ലപ്പെരിയാർ പുതിയ ഡാം വന്നാൽ പഴയ ഡാമിന്റെ ആവശ്യമില്ല എങ്കിൽ പോലും അവരുടെ വൈകാരിക തലത്തെ മാനിച്ചുകൊണ്ട് പഴയ ഡാം ഒരു അണ്ടർ വാട്ടർ മോണുമെന്റ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. ഇപ്പോൾ തമിഴ് ജനത 15 TMC ജലം കിട്ടിക്കൊണ്ടിരുന്ന മുല്ലപ്പെരിയാറിൽ നിന്ന് കപ്പാസിറ്റി കുറച്ച് ഇപ്പോൾ 10 TMC മാത്രമേ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ. അത് ഇനിയും കുറച്ച് 7.5 എന്നുള്ളതാണ് നമ്മളിപ്പോൾ കറക്റ്റീവ് ആക്ഷനായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോ തവണ കുറയ്ക്കുമ്പോഴും തമിഴ്നാട്ടിലെ ഓരോ ജില്ല വരണ്ടു തുടങ്ങുകയായിരിക്കും. അതേസമയം തമിഴ്നാട്ടിലെ ഒരു ജില്ല കൂടി ജലസമ്പന്നമാക്കുവാൻ ഈ ഒരു പുതിയ ഡാമിന് കഴിയുമെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുവാൻ ആരൊക്കെയോ ശ്രമിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കാണാത്ത ചില തലങ്ങളുണ്ട്. ഞാനത് ഇവിടെ രാഷ്ട്രീയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് പറയേണ്ടവർ പറയേണ്ട വേദിയിൽ പറയട്ടെ. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ട്. ആ പരിഹാരത്തിന് വേണ്ടി ആരും ശ്രമിക്കുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. തമിഴ്നാട്ടിൽ ഞാൻ പോകുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇന്ന് പ്രചരിക്കുന്ന അവിടുത്തെ മീഡിയാസ് മുഴുവൻ അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കൈകളിലെ കൺട്രോളിലാണ്. അവിടെ മീഡിയാസിലൂടെ വരുന്നത് മുഴുവൻ കേരളം തമിഴ്നാടിന് ജലം കൊടുക്കുന്നില്ല എന്നുള്ള ശക്തമായ ഒരു മെസ്സേജാണ്. ഒരിക്കലും അത് യാഥാർത്ഥ്യത്തിനും ഒരു ബന്ധവുമില്ലാത്ത ഒരു ഒന്നാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം കാണുന്നത് വരെ ഇതിന് ഈ മുല്ലപ്പെരിയാർ ഡാം ഒരു വാട്ടർ ബോംബ് ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു വാട്ടർ ബോംബായി നമുക്ക് ഫേസ് ചെയ്തേ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ചിത്രത്തിലൂടെ ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പഴയ ഡാം കാണിക്കുന്നു, അതിന്റെ മുന്നിൽ ഒരു പുതിയ ഡാം പണിയുന്നുണ്ട്. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ഒരു TV ജേർണലിസ്റ്റിന്റെ ഇനാഗുറേഷന് തലേ ദിവസം നാളെ മുതൽ ഇതൊരു അണ്ടർ വാട്ടർ മോണുമെന്റ് ആയിരിക്കുന്നു. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ആ മുല്ലപ്പെരിയാറിന്റെ സൊല്യൂഷൻ പോലും ഈ ചിത്രത്തിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് അവിടെ തന്നെ ഒരു പിനീക്കുക്കല്ല പുതിയ ഡാം പണിയുന്നത് എന്നുള്ള സത്യം നാം മനസ്സിലാക്കുക. ഇന്ന് ഏത് മേഖലയിലും കടന്നു വന്നിട്ടുള്ള അഴിമതി എന്ന് പറയുന്ന എലിമെന്റ് തീർച്ചയായും ഈ പുതിയ ഡാമിലും ഉണ്ടാവും. ആ പുതിയ ഡാമിൽ ആ അഴിമതി എന്ന എലിമെന്റ് കടന്നുകൂടുമ്പോൾ പണിതീരുന്ന ഡാം ഒരു പക്ഷേ മുല്ലപ്പെരിയാറിനേക്കാളും വീക്കായിരിക്കും. ആ മെസ്സേജ് കൂടിയാണ് ഈ ചിത്രത്തിന്റെ അവസാനം ഞങ്ങൾ ഒരു അഴിമതിക്കാരനായ മേയറിലൂടെ അദ്ദേഹം നിർമ്മിക്കുന്ന പുതിയ ഡാമിലൂടെ പണിയുന്ന ഡാം ലീക്ക് ചെയ്ത് തുടങ്ങുന്നിടത്താണ് ഇതിന്റെ ക്ലൈമാക്സ് ആരംഭിക്കുന്നത്. പിന്നീട് എല്ലാവരും പറഞ്ഞു ഇതിന്റെ ഡാം ഡിസാസ്റ്റർ സീക്വൻസിന്റെ ലെങ്ത് കുറഞ്ഞു പോയി, 5 മിനിറ്റ് പോലും ഇല്ല. ഈ ചിത്രം കൊണ്ട് കുറേ 2012 ഡിസാസ്റ്റർ കാണിച്ചത് കുരുന്നു മനസ്സുകളുടെ മനസ്സിലേക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ കൊടുക്കലല്ല ഞങ്ങളുടെ ഉദ്ദേശം. 30 മിനിറ്റ് ക്ലൈമാക്സിന്റെ 5 മിനിറ്റ് മാത്രം ആ ഡിസാസ്റ്റർ സീക്വൻസ് വെച്ചിട്ട് ഞങ്ങൾ ബാക്കി 25 മിനിറ്റും ചെയ്തത് ഇതുപോലെ ഒരു ലീക്ക് ഐഡന്റിഫൈ ചെയ്ത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമെന്ന് ഉറപ്പാവുന്ന ആ കുറച്ച് സമയം കൊണ്ട് എങ്ങനെ ലക്ഷങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സാധിക്കും. ഒരുപക്ഷെ കേരളത്തിൽ പണ്ട് ഒരു സുനാമി വന്നതുകൊണ്ട് അന്ന് സുനാമി കാണാൻ കടൽ തീരത്തേക്ക് ഓടിയ കേരള ജനത നാളെ ഈ ഒരു ദുരന്തം ഏറ്റുവാങ്ങിയിട്ട് രണ്ടാമത്തെ ദുരന്തത്തിൽ ഞങ്ങൾ പ്രിപ്പയർഡ് ആവാം എന്ന് കരുതാനുള്ള സമയമില്ല. ഇത് കേരളത്തിലെ പ്രശ്നം. ഇതുപോലെ എല്ലാ ഡാമുകളിലും ഉണ്ട്. ആ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു വാർണിംഗ്, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു വാർണിംഗ് കിട്ടും. എർത്ത് വലിയ ദുരന്തങ്ങളായി മാറിയ എർത്ത് ഒരു വാർണിംഗോടുകൂടി വന്നതല്ല. ഏത് അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എല്ലാം തകർത്തുകൊണ്ട് വരുന്ന ഒരു ദുരന്തം. പക്ഷേ ഇവിടെ പ്രകൃതി പോലും നമ്മൾക്ക് വാർണിംഗ് തന്നു തുടങ്ങി. 2 ആഴ്ചയിൽ 3 എർത്ത് കാണിച്ച് പ്രകൃതി തന്നെ ഒരുപക്ഷേ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രകൃതി പോലും കരിഞ്ഞതായിരിക്കാം ഈ വാർണിംഗ്. അതുപോലും നാം മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നു, പക്ഷേ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു സഹന സമരം തീർച്ചയായിട്ടും ഒരു പരിധി വിട്ടാൽ ഇവർക്ക് ഈ ഇഷ്യൂ ഇനി തള്ളിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണ് തുറക്കാത്തവരുടെ കണ്ണ് താനെ തുറന്നുകൊള്ളും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഇനി നമുക്ക് വേണ്ടത് ഗുണമുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. പുതിയ ഡാം വരാനുള്ള തീരുമാനം അത് മാത്രമായിരിക്കാം ഇതിനുള്ളൊരു സൊല്യൂഷൻ. പക്ഷേ ആ ഡാം വരുന്ന 4 വർഷവും 5 വർഷമായിരിക്കും. ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് 5 വർഷം വരെ പോകാം. ഈ 5 വർഷം ഉറക്കമില്ലാത്ത രാത്രികൾ നമുക്ക് തള്ളി നീക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ സ്വയം പ്രിപ്പയർഡ് ആകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ 25 മിനിറ്റ് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഞങ്ങൾ ഈ വാർണിംഗ്, നമുക്കൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അടുത്ത ആൾക്കാർക്ക് കൈമാറാൻ ശ്രമിക്കണം, എങ്ങനെ ഈ ദുരന്തത്തിന്റെ
ഇതിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ പിന്നീട് ഞങ്ങൾ കാണിക്കുന്നത്. ബാക്കിയെല്ലാം നോക്കിയാൽ ഇതൊരു ലവ് സ്റ്റോറി മാത്രമാണ്. ദയവ് ചെയ്ത് നിങ്ങളൊരു DVD 2 പോലെ ഈ ചിത്രം കാണാൻ നാളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി മാത്രം കാണുക. അല്ലാതെ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ള ഒരു ദുരന്ത ചിത്രം എന്നുള്ള രീതിയിലുള്ള ആ കാഴ്ചപ്പാട് മാറ്റുക. തീർച്ചയായിട്ടും ഈ ചിത്രം തമിഴ്നാട്ടിലെ ജനം കാണരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് അജ്ഞത കൊണ്ട് സംഭവിച്ചതാണ്. ഈ ചിത്രം കാണാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ആരൊക്കെയോ തുടങ്ങി വെച്ച പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, കാര്യം ഇത് ചർച്ചകളിലൂടെയൊക്കെ പോയി സംസാരിച്ചപ്പോഴൊക്കെ അവർക്ക് അതൊന്നുമല്ല ലക്ഷ്യം, ഈ ചിത്രമേ കാണാൻ പാടില്ല. പക്ഷേ അത് ആർക്കും സാധിക്കില്ല. ഇന്ന് ടെക്നോളജിയൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. നാളെ ഇത് സാറ്റലൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് DVDs വഴിയോ തമിഴ്നാട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കാണും. അപ്പോൾ അവർക്ക് മനസ്സിലാകും ഈ എത്രമാത്രം ഈ സിനിമയെ കാട്ടി അവരെ വഴിതെറ്റിച്ചു എന്നുള്ളത് അവർ മനസ്സിലാക്കുമ്പോൾ ഈ പലരുടെയും ഈ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു ചിത്രം ഒരു സമൂഹത്തിൽ ഒരു ചർച്ചാ വിഷയമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് ഈ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ, കാര്യം ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിന്റെ DVD ഇറങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തമിഴ് ജനതയുടെ കയ്യിലെത്തും. അവർ കാണട്ടെ. അതോടുകൂടി ഈ കേരളവും തമിഴ്നാടുമുള്ള പ്രശ്നം തീരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് ഉണ്ടാവട്ടെ. ഇത് ഇനിയും ഇതുപോലുള്ള ക്രിയേറ്റീവ് സിനിമകൾ ഇന്ത്യയിൽ വരുമ്പോൾ അതിനെതിരെ ഇതുപോലുള്ള സംഘടനകൾ കത്തിവെച്ച് ആ ക്രിയേറ്റീവ് മൈൻഡ്സിനെ, ഒരുപക്ഷെ എനിക്കിത് താങ്ങാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകും. പക്ഷെ നാളെ വരുന്ന മറ്റൊരു ഫിലിം മേക്കർക്ക് അദ്ദേഹം ഉണ്ടാക്കുന്ന ചിത്രം അവസാന നിമിഷം ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തടയുകയാണെങ്കിൽ പ്രതികരിക്കുവാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതോടെ എല്ലാം തകർന്നു പോകുന്ന ഒരു ഫിലിം മേക്കർ പിന്നീട് ഒരു ചിത്രം പോലും ഉണ്ടാക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുണ്ടാകാതിരിക്കുവാൻ ഇവിടുത്തെ സംഘടനകൾ ശ്രമിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഈ ഒരു സഹന സമരം, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ സമാധാനത്തോടുകൂടിയുള്ള ഈ മുല്ലപ്പെരിയാറിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരങ്ങളാണ് അവിടത്തേക്ക് ഒഴുകുന്നത്. ഞാനും അതിൻ്റെ ചെറിയ ഭാഗമാകാൻ 18-ാം തീയതി അവിടെ നിരാഹാരം ഒരു ദിവസം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നിരാഹാരം കിടക്കുന്ന, സമരം ചെയ്യുന്ന 5 വർഷമായി അവർ ആ സമരം തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഒരു മോറൽ സപ്പോർട്ട് അത് ചെയ്യുവാൻ ഏതൊക്കെ രീതിയിൽ സാധിക്കുമോ ചെയ്യട്ടെ. അതിലൂടെ നമ്മളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഡാം 999 എന്ന ഈ ചിത്രം കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് ഉയർത്തിവിട്ട ഈ ചർച്ചയും വിവാദവും ഒക്കെ കേരളത്തിന്റെയും ചരിത്രമായി മാറുകയാണ്. കേരളത്തിന്റെ ജനങ്ങളുടെ ഉച്ചിയിൽ പേടി സ്വപ്നം പോലെ നിലകൊള്ളുന്ന ഈ ഡാമിന്റെ സ്ഥിതിയിൽ ഈ ഡാം പുനഃപരിശോധിക്കുകയും പുതിയ ഡാം നിർമ്മിക്കേണ്ടതിന്റെ കാര്യങ്ങളെല്ലാം വളരെ പ്രായോഗികമായി തന്നെ എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ചർച്ചയ്ക്ക് വിഷയമാക്കിയതുകൊണ്ട് അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അങ്ങയുടെ ഈ ചിത്രം ആരെ, എവിടെ, ഏത് ലോബി, അത് ചലച്ചിത്ര രംഗത്തായാലും ആ ഇൻഡസ്ട്രി രംഗത്തായാലും ഏത് രംഗത്തായാലും ഇത് പെട്ടിക്കകത്തിരിക്കുന്ന പ്രശ്നമില്ല. ഈ ചിത്രം നാളെ ഈ രാജ്യത്തിന്റെ, ഈ കേരളത്തിലെ ജനസമൂഹം മുഴുവൻ അവരുടെ ഹൃദയത്തിലേറ്റുവാങ്ങും. അങ്ങയുടെ പിന്നിൽ കേരളത്തിന്റെ മുഴുവൻ, കേരള ജനത മുഴുവൻ ഈ ധാർമ്മികമായ ഉത്തരവാദിത്വം അങ്ങക്ക് മുഴുവൻ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു. കേരള ദർശനവേദി പോലെയുള്ള ഈ ചെറിയ സംഘടനയും അങ്ങയുടെ നിറഞ്ഞ ഈ സാന്നിധ്യം ഇവിടെ ഉണ്ടാക്കിയതിന് നന്ദിയും, അതോടൊപ്പം അങ്ങയുടെ പിന്നിൽ ഈ ശ്രമങ്ങൾക്കെല്ലാം അങ്ങയുടെ ഈ കലാമനസ്സും അതുപോലെ ഈ സംരംഭങ്ങളും ഒക്കെ നന്നായി കൊണ്ടുപോകുവാൻ പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എനിക്ക് തോന്നുന്നു ഈ 999 ഡാം എന്ന സിനിമ ബഹുമാനായ സോഹൻ റോയി അത് സംവിധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ തമിഴ്നാട് ലോബികൾ, കേരളത്തിലെ ഒരുപാട് ചലച്ചിത്ര വിദഗ്ധന്മാരെ സ്വാധീനിക്കുന്ന ആ ലോബികളുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ സിനിമ ഒരു സ്ഥലത്തും കാണിക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കുറെ സിനിമാ വിതരണക്കാരും അതുപോലെ തന്നെ കുറെ സിനിമാ സാങ്കേതിക വിദഗ്ധർ നടക്കുന്നത് നമ്മളെല്ലാവരും വായിക്കുന്ന പത്രങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. സിനിമയിലെ
നടന്മാരുടെ സംഘടനയായ അമ്മയും അതുപോലെ തന്നെ സാങ്കേതിക സിനിമാ സംവിധായകരും മറ്റു സാങ്കേതിക വിദഗ്ധരുടെ മാഗ്ഡ ഉൾപ്പെടെയുള്ള ആളുകളുടെ തമ്മിൽ അടി ഓരോ ദിവസവും നമ്മൾ പത്രങ്ങളിലും ടിവിയിലും കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലുള്ള ആളുകളാണ് ഇന്ന് സോഹൻ റോയിയെ പോലുള്ള ആളുകളെ ഇവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പറയുന്നത് ഒതുക്കുന്ന ആ ഒരു സമീപനമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും സിനിമ കണ്ടില്ലെങ്കിൽ തന്നെയും ആ ഡാം 999 എന്ന് പറയുന്ന സിനിമ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ ഒരു വലിയ VIP കിട്ടുന്നതാണ് ഇസറ്റ് കാറ്റഗറി. ബഹുമാനായ സോഹൻ റോയിക്ക് ഇന്നലെ നമ്മുടെ മദ്രാസിൽ അവിടുത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രകാരം അദ്ദേഹം അവിടെ പോയി ഈ സിനിമയുടെ സാങ്കേതികത്വം പറയാൻ വേണ്ടി പോയപ്പോഴേക്കും അത്രയും സായുധ പോലീസിന്റെ സന്നാഹത്തോടെയാണ് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചത്. കാരണം അത് അദ്ദേഹം ആ സിനിമ കാണിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമ കാണുന്ന നമ്മളെല്ലാവരും ഈ സിനിമയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അതൊരു മെസ്സേജാണ്. ആ മെസ്സേജ് കാണിക്കുവാൻ ധൈര്യം കാണിക്കാത്ത ഇവിടുത്തെ ഈ ചലച്ചിത്ര നേതാക്കന്മാരെ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി എതിർത്തുകൊണ്ട് നമ്മുടെ സോഹൻ റോയിയെ പോലത്തുള്ള ആളുകൾ എടുക്കുന്ന പടം ഇന്ന് ലോകത്തെ എല്ലാ ജനങ്ങൾക്കും കാണിക്കുവാനുള്ള അവസരം ജേർണലിസ്റ്റിന്റെ മുമ്പിൽ ഉണ്ടാകട്ടെ. നമുക്കെല്ലാം പ്രിയങ്കരനായ, പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികൾക്കെല്ലാം വളരെ പ്രിയങ്കരനായി മാറിയ ശ്രീ സോഹൻ റോയ്, കൊച്ചിയുടെ ആരാധ്യയായ മുൻ മേയർ, ദർശനവേദിയുടെ ചെയർമാൻ, ഭാരവാഹികളെ, NIFയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ തോമസ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ പലപ്പോഴും വികാരപരമായ ഒത്തിരിയൊക്കെ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാതെയുണ്ട്. എന്നാൽ ഈ ഡാമിന്റെ നല്ല വശങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഡാമിന്റെ അപകടം ഉണ്ടായാൽ എന്ത് എന്ന് പറഞ്ഞ് ശാസ്ത്രീയമായി പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിച്ചത് ഇന്ന് 999 എന്നുള്ള ഒരു കലാ അവതരണത്തിലൂടെ ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് ഒരു കലാശില്പം ഇവിടെ അവതരിപ്പിക്കുമ്പോഴും ഒരു വിദ്യാഭ്യാസം നടത്തുമ്പോഴും അവസാനിക്കുന്നത് അതിനൊരു സന്ദേശത്തോടു കൂടിയാണ്. അദ്ദേഹം ഈ ഡാം ഇന്ന് പൊട്ടിപ്പോകും, നാളെ പൊട്ടിപ്പോകുന്നല്ല അറിയിച്ചത്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദുരന്തത്തെക്കുറിച്ച് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കണം. ഒരിടത്തേക്ക് വേണ്ടിയല്ല, 100 കണക്കിന് ഡാമുകൾ ഇതുപോലെ മുൻകാലം ചെയ്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും വരുന്ന അപകടത്തെ ഈ ജനത്തെ ബോധ്യപ്പെടുത്തി അതനുസരിച്ചുള്ള ഒരു സുരക്ഷത ഉണ്ടാക്കണമെന്നുള്ള വലിയ സന്ദേശമാണ് കൊടുത്തത്. വലിയ സന്ദേശം. ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യത്തിൽ. അത്തരം കാര്യങ്ങൾ കണ്ടപ്പോഴുണ്ടായിരുന്ന വികാരമാണ് ഇന്ന് വളരെയേറെ അണപൊട്ടി ഒഴുകിയിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അപകടം ഉണ്ടാകാൻ പോകുന്നു, ആ അപകടത്തെ നേരിടാൻ എന്താണ് സ്ഥിതി എന്നുള്ള കാര്യത്തിൽ ഞാൻ ചിത്രം കണ്ടിട്ടുള്ള ഒരുപക്ഷെ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ അടുത്ത അതിന്റെ 2ാം ഫേസിലേക്ക് അത് അദ്ദേഹം കൊണ്ടുവരുമായിരിക്കാം. അത് മനുഷ്യന് വലിയൊരു സന്ദേശമാണ്, വലിയൊരു പാഠമാണ്, വലിയ പാഠപുസ്തകമായിട്ട് തന്നെ നമ്മൾ അതിനെ കാണേണ്ടതാണ്. അതിനെ ഇവിടെ നടപ്പാക്കില്ല, പ്രദർശിപ്പിക്കില്ല എന്ന് നമ്മുടെ മലയാളികൾ പോലും, ഈ കേരളത്തിലെ 30 ലക്ഷത്തിന് വേണ്ടി വാദിക്കുന്നവർ പോലും മുന്നോട്ട് വന്നിരിക്കുന്നത് ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദർശനവേദിയുടെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്തേ. At the outset, let me congratulate and felicitate this versatile personality here at the dais, Mr. Sohan Roy. I understand that he is a versatile character. He is in fact a naval architect. And then has now ended up as a film director. But in this journey to becoming the film director, I understand that he's been into making various documentaries in the past, especially
in areas connected with dam safety and marine. I understand that he has produced a lot of documentary in the area of marine field, in the area of dam safety. He has also been associated with a lot of event management activities in abroad, in Dubai and in India. Also, I think he's authored a couple of books. I believe this Dam Nain itself was a book written by him. So a versatile personality, and I think his greatest achievement is in expediting a decision on Mullaperiyar. Had not his film on Dam Nain come out, what we witness today would not have been there. This excitement, this sentiment that we see on either side, in Kerala, in Tamil Nadu, it's come up as the net result of this film. That way, to the real cause of finding a solution to Mullaperiyar, in fact, he is contributing profusely through his film. He is contributing profusely, and that's where probably I would congratulate him. That it is expediting. Otherwise, it would have continued for years together. This debate has been going on in Kerala. No wonder. I don't dispute the fact. It's a big danger. It's an impending danger. No doubt about that. I understand Mullaperiyar is around 3 times higher than. Also the amount of water and the areas through which ultimately, in case, God forbid, and in case this ultimately happens, population, people inhabiting in these areas. With these factors put together, it is estimated that the damage here will be much, much higher. So that way, yes, we're living in the midst of a huge danger, a calamity waiting. And his film, in a way, is bringing 2 things. One, we need a decision now. According to me, that short-term decision should be in the area of facing the calamity. That's where I again feel that his film is contributing in a big way. That the awareness with people and governmental authorities have been raised and heightened up. People have now become aware that it can happen. As a result, people have started thinking, what if it happens? A preparedness mentally has started now. I'm of the opinion that, what you teach for the people who go into the ship, I'm sure Sohan Roy should be knowing this. There's a course which is known as PST, Personal Survival Technique. How to survive in the event of falling into the water. Should be taught rescue. How to save people from drowning. It should be taught especially to those areas where it's going to be deeply and densely affecting. I say on the negative side, the emotions which are coming up on account of probably the film. I have not seen the film. I have only heard about the film. He's also pointing a big finger onto the federal setup in India. Anyway, I take this opportunity once again to congratulate and felicitate this gentleman in this initiative that he has taken. Thank you.